നമസ്കാരം. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും വിവാദങ്ങൾക്ക് അയവില്ല. സർക്കാർ ബോധപൂർവം അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷം ശബരിമല കൊള്ള മറയ്ക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപിച്ചു. രാഹുലിന്റെ പേരിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ മറുപടി. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നു. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവർ നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വി.ഡി. സതീശൻ എന്ന ഒരു വ്യക്തിക്ക് അറിയോ എന്നുള്ളതല്ല, കോൺഗ്രസിന്റെ അറിവോടുകൂടിയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടാവുക. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റ് ഒന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. ഇപ്പം അതിന് പറ്റിയ പണി നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകുന്നതോ വൈകിപ്പിക്കുന്നതോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPI-ൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ VR അനൂപ്, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് എൻകൗണ്ടറിൽ. ശ്രീ VR അനൂപ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് വൈകുന്നതിന് കാരണം സർക്കാർ തന്നെയാണ്, അറസ്റ്റൊന്നുമല്ല അവരുടെ ആവശ്യം. ഇതിങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തിച്ചു നിർത്തണമെന്നാണ്. സംഘടനാ തലത്തിൽ 3 നടപടികൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തേത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. ഇത് മറ്റാർക്കെങ്കിലും സ്വീകരിക്കാൻ കഴിയുമോ എന്ന കോൺഗ്രസിൻ്റെ വെല്ലുവിളിക്ക് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, എവിടെ വിൻസെന്റിനെതിരായിട്ടുള്ള നടപടി എന്ന് ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇതുപോലെ സമാനമായ രീതിയിൽ ആരോപണം നേരിട്ട MLA-മാരെ പുറത്താക്കിയ ഒരു നടപടി കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ബോധപൂർവം വൈകിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആരോപിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾ പറയൂ, ഞങ്ങൾ പോയി പിടിക്കാം എന്നാണ്. കോൺഗ്രസിൻ്റെ നിലപാട് വളരെ വ്യക്തമല്ലേ? കോൺഗ്രസ് തുടക്കം മുതലേ എടുത്ത നിലപാടുകൾ താങ്കൾ പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളിലായി എടുത്ത നടപടികളുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് നിലവിലൊരു പരാതിക്കാരിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആദ്യം അയാളെ കോൺഗ്രസ് പാർട്ടിയെ ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. അതിനുശേഷം അയാളെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നേ മാറ്റി നിർത്തി, പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കിയിരിക്കുന്നു. ആ അധ്യായം കോൺഗ്രസ് അടച്ചു കഴിഞ്ഞു. പക്ഷേ ആ അധ്യായം തുറന്നിരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് ഈ സർക്കാരിൻ്റെ ആവശ്യമാണെന്നേ. ശബരിമല ചർച്ച ചെയ്യപ്പെടാതിരിക്കണം, അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കപ്പെടണം, ഈ സർക്കാരിൻ്റെ സംഘപരിവാർ അനുകൂല നയ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയത്തിൽ ഇനിയും മറുപടി പറയേണ്ട ഒരു ബാധ്യതയുമില്ല. ഇനി മറുപടി പറയേണ്ടത് ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വൈകിയാൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പാണ് മറുപടി പറയേണ്ടത്. ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം, ഇപ്പോൾ ഈ പരാതിക്കാരി അടക്കം ഈ മുന്നോട്ട് വന്ന് പരാതി കൊടുക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ്. ഈ പരാതിക്കാരി വരുന്നതിന് മുമ്പ്, പരാതി രേഖാമൂലമുള്ളത് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന വ്യക്തിക്കെതിരെ നടപടിയെടുത്ത് ഞങ്ങൾ അയാളെ സംരക്ഷിക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുത്തതുകൊണ്ടാണ് കൂടുതൽ പരാതിക്കാരികൾ മുന്നോട്ട് വന്നത്. ഞങ്ങൾ നടപടിയെടുത്തല്ലോ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയല്ലോ എന്ന് പറയുമ്പോൾ എന്ത് നടപടിയാണ് MLA-മാരായ M. വിൻസെന്റിന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നൊരു മറുചോദ്യമുണ്ടല്ലോ. രണ്ടുപേരും ബലാത്സംഗ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടവരാണ്. MLA-മാരായ M. വിൻസെന്റ് കാര്യത്തിലുണ്ടായ കോടതി നടപടി എന്തായിരുന്നു? ഇതിനകത്ത് വളരെ കൃത്യമായി കോടതിയുടെ വിധി വന്നില്ലേ?
ഇത് വളരെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി വിധിക്കോ നിയമപരമായ സാങ്കേതികത്വങ്ങൾക്കോ കാത്തു നിൽക്കാതെ വളരെ കൃത്യമായി ഈ പറയുന്ന പരാതികൾ അതിന്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ എന്ത് വിധി വന്നു ചോദിക്കാനുള്ള എന്ത് ധാർമ്മികതയാണ് ഇവിടെ കേരളത്തിൽ? അല്ല, എന്ത് വിധി വന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞത്? ഹലോ, കേൾക്കുന്നു. അല്ല, എം വിൻസെന്റിന്റെ കാര്യത്തിൽ ഇപ്പോ കോടതിയുടെ വിചാരണ നേരിടുകയാണ്. ഇതുപോലത്തെ സമാന സാഹചര്യം ആയിരുന്നു. അല്ലല്ല, വിചാരണ നേരിടുകയാണ്, വിധിയൊന്നും വന്നിട്ടില്ല. ഇതുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായത് എന്ന് താങ്കൾക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിനൊരു സ്പെഷ്യൽ കേസായി കണ്ടുകൊണ്ട് ഈ പറയുന്ന സാഹചര്യത്തിൽ കൃത്യമായി കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ലേ? പറയാൻ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും CPIM-നെ വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ എം മുകേഷ് MLA-ക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നു, സമാനമായ ആരോപണങ്ങൾ നേരിട്ട രണ്ടുപേരുണ്ടല്ലോ കോൺഗ്രസിനകത്തും, വിൻസെന്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും. അവർ ഈ എം വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിലുണ്ട്. അതേപോലെ എൽദോസ് കുന്നപ്പള്ളിയും സമാനമായ കേസിൽ വിചാരണ നേരിടുകയാണ്. എന്ത് നടപടിയെടുത്തു? അപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിൽ നടപടിയൊന്നും എടുക്കാത്തതിനെ കുറിച്ചാണ്. അപ്പോൾ തിരിച്ചവരുടെ ചോദ്യം അതാണ്, നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നാണ്. അല്ല, ഇവിടെ മുകേഷിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഇക്കാര്യത്തിൽ ഒരു തുറന്ന സംവാദത്തിന്, തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നേ. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രാഹുലിനെതിരെ ചില പരാതികൾ ഉന്നയിക്കപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ ആ ചർച്ച ചെയ്ത ആ പരാതി ഉന്നയിച്ച സ്ത്രീകൾ, കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം രാഹുലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഈ പരാതിക്കാരികളും രാഹുലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാരടക്കം ഈ പാർട്ടിയിൽ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ പുറത്തുപോയി, പക്ഷെ CPM-ന്റെ സാഹചര്യം എന്താ? പി കെ ശശിക്കെതിരെ പരാതി പറഞ്ഞ ആ DYFI-കാരി SFI-കാരി ആയിരുന്ന വനിതാ നേതാവ് ഇപ്പോൾ എവിടെയാ? അവർ ആ പാർട്ടിയിലുമില്ല, പൊതുമണ്ഡലത്തിലേ ഇല്ല. പി കെ ശശിക്കെതിരെ പരാതി പറഞ്ഞ ആളുമില്ല, പി ശശിക്കെതിരെ പരാതി പറഞ്ഞ ആളുകളുമില്ല. പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അതേ ഉന്നത സ്ഥാനത്ത് തുടരുകയാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ വ്യതിരക്തത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് CPM പരാതിക്കാരികളെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആരുടെ മേലാണോ പരാതി ഉന്നയിക്കപ്പെട്ടത് ആ ആളുകൾ അതേ ഉന്നത സ്ഥാനത്ത് നിന്ന് തുടരുമ്പോൾ പി ശശി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പി കെ ശശി KTDCയുടെ ചെയർപേഴ്സൺ, കോൺഗ്രസ് മാതൃകാപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളടക്കം ഇപ്പോഴും ആ പാർട്ടിയിൽ സജീവമായി നിൽക്കുകയും ചെയ്തു എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് വളരെ ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടെ ആധികാരികമായി പറയാൻ കഴിയും. CPM അങ്ങനെ പറയാൻ കഴിയും. ഞങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, പി ശശിക്കെതിരെ പരാതി പറഞ്ഞ സ്ത്രീ ആ DYFI-യുടെ SFI-യുടെ നേതാവ് ഇപ്പോൾ CPM. അതായത് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം, കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ധാർമ്മികതയാണ് ഈ കാര്യത്തിൽ നിങ്ങൾ അടിസ്ഥാനമാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്ന ആളുകൾക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുക്കും, മാതൃകാപരമായ നടപടിയെടുക്കും എന്നതാണ് നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ മാനദണ്ഡങ്ങൾ, ഈ സ്കെയിൽ അത് വിൻസെന്റിന്റെ കാര്യത്തിലും എൽദോസിന്റെ കാര്യത്തിലും ഒക്കെ ബാധകമാകേണ്ടതാണ്. കാരണം ഇരുവരും നേരിടുന്നത് ബലാത്സംഗ കേസുകളിൽ ആണ് ആ വിചാരണ നേരിടുന്നത്. അതിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ 2022 ഉയർന്നു വന്നിരിക്കുന്നത് അവരെ പലതവണ പീഡിപ്പിച്ചുവെന്നും വധിക്കാൻ ശ്രമിച്ചുവെന്നും കാട്ടിയിട്ട് ഒരു അധ്യാപിക കൊടുത്ത കേസാണ്. അപ്പോൾ ധാർമ്മികതയാണ് കോൺഗ്രസ് ഞങ്ങളെടുത്ത നടപടിയുടെ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് വിൻസെന്റിന്റെയും ഒക്കെ കാര്യത്തിൽ, എൽദോസിന്റെയും ഒക്കെ കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ശരി, പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് രാഹുൽ, അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നതല്ലേ സർക്കാരിനെ സംബന്ധിച്ച് പോലീസിന് സംവിധാനങ്ങൾക്ക് ഏറ്റവും മേന്മയോടുകൂടി കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അവർക്ക് സഹായം നൽകുന്നു എന്ന ആക്ഷേപം എങ്ങനെ ഉന്നയിക്കാൻ കഴിയും? അല്ല, ഇത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി വിശദീകരിച്ചതാണല്ലോ. ഈ പരാതി അദ്ദേഹത്തിനെതിരെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോഴും പബ്ലിക് ഫംഗ്ഷനിൽ ഈ പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടല്ലോ. കേരളത്തിലെ പോലീസിന് അസാധ്യമായ ഒന്നാണോ അദ്ദേഹത്തെ പിന്തുടരുക എന്ന് പറയുന്നത്? വളരെ കൃത്യമായി അത് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലേ. പക്ഷെ അതിനുപരി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവമായി അത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് CPM-ന്റെ ആവശ്യമാണെന്നേ. CPM-ന് ഈ വിഷയത്തിൽ ഇരകളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നല്ല,
CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടം മാത്രമാണെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി ഈ വിഷയത്തിൽ ഇരകൾക്ക് നീതി കിട്ടണം, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അത്തരം ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയമായ പരിരക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ള കൃത്യമായൊരു മെസ്സേജ് കൊടുത്തു. പക്ഷേ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആരായിരുന്നു? ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ. സത്യത്തിൽ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ ഗോപികൃഷ്ണൻ? ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശബരിമലയൊക്കെ വന്ന ഘട്ടത്തിൽ, ഇത്തരം ആരോപണങ്ങൾ വളരെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ അവസാനം ഈ ഘട്ടത്തിലെങ്കിലും മുന്നോട്ട് പോകേണ്ടതെന്ന് സർക്കാർ തോന്നുക. കോൺഗ്രസ് കൃത്യമായി കോൺഗ്രസ് ഈ അധ്യായം എന്നേക്കുമായി അടച്ച് അവസാനിപ്പിച്ച് അടിവരയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ CPM-നെ സംബന്ധിച്ച്, CPM നയിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയം വളരെ സജീവമായി നിലനിൽക്കണം. ഈ സർക്കാരിനെ വിചാരണ ചെയ്യുന്ന സജീവമായ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്. അതിന് ശബരിമലയുണ്ട്. ഈ സർക്കാരിന്റെ സംഘപരിവാർ അനുകൂല നയനിലപാടുകളുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ കത്തിച്ചു നിർത്തുന്നത് കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയും, അതല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് രാഹുലിൻ്റെ കേസിനെ ഇങ്ങനെ നിർത്തുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെയും ഒക്കെ പേരിൽ ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളിൽ നിന്നുമൊക്കെ മാഞ്ഞു പോകും, അല്ലെങ്കിൽ അത് വെച്ചൊരു ചെപ്പടി വിദ്യ നടത്താമെന്ന് കരുതുന്നതിൽ അർത്ഥമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ബോധപൂർവം കേരളത്തിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്ന ആക്ഷേപത്തോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? എങ്ങനെയാണ് ഈ രാഹുൽ വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയും ഇതിനെ വലിയ ഏറ്റവും മികച്ച നടപടിയായി ഞങ്ങൾ സ്വീകരിച്ച ഏറ്റവും മാതൃകാപരമായ നടപടി എന്ന രീതിയിൽ കോൺഗ്രസ് അവതരിപ്പിക്കുന്നതിനെയും താങ്കൾ കാണുന്നത്? നോക്കൂ ഗോപകൃഷ്ണൻ, ഇപ്പം സത്യം ആലോചിച്ച് നോക്കുക, 2 പ്രമുഖ CPM നേതാക്കൾ ആണ് ജയിലിലായിരിക്കുന്നത്. ജാമ്യം കിട്ടാതെ ജയിലിലായിരിക്കുന്ന സംഭവമാണ്. അത് ചെറിയ കാര്യമല്ല. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച കേസാണ് സംഭവം. എത്ര വലുതാണെന്ന് നോക്കൂ. 100% സർക്കാർ പ്രതിരോധത്തിലായി, സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലായിരുന്ന സമയം എനിക്ക് നേരിട്ടറിയാം. ഇവിടെ ഓരോ സ്ഥാനാർത്ഥികളുടെ, CPM-ൻ്റെ സ്ഥാനാർത്ഥികളുടെ വീട് കയറി ചെല്ലുന്ന സമയത്ത് ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെ നിന്ന അവസരത്തിൽ അവർക്ക് ഈ കോൺഗ്രസ്സുകാർ തളികയിൽ വെച്ച് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായും CPM ആ അവസരം ഉപയോഗിക്കില്ലേ? ആരായാലും ആ കിട്ടുന്ന ഒരു അവസരം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അറസ്റ്റ് നടക്കുന്നുണ്ട്, അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ്. ഇതിലെവിടെയെങ്കിലും ഒരു മെല്ലപ്പോക്കോ ഒരു തടസ്സമോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാനതിന് ഇപ്പം SIT ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല. ഞാനതല്ല പറഞ്ഞത്. അതിൻ്റെ അകത്ത് പാർട്ടി പ്രതിരോധത്തിലായ സമയത്ത് അവർക്ക് അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും ചർച്ചാ വിഷയം മാറ്റാനും കിട്ടിയ വലിയൊരു അവസരമാണ്. നിങ്ങളൊന്ന് ഗോപകൃഷ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ സമയത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ആ വിഷയത്തിലേക്ക് അവർക്കെത്തിയത് ഇപ്പം CPM-നെയും സർക്കാരിനെയും അതിന് സഹായിച്ചത് ഈ കോൺഗ്രസ്സാണ്. അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഇവർ പറഞ്ഞ് ഞങ്ങൾ ആദ്യമേ ഏറ്റവും ഉദാത്തമായ നടപടിയിലൂടെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. പക്ഷേ വേറെ ചില യാഥാർത്ഥ്യങ്ങളും നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇങ്ങനെ ആയിരിക്കുമ്പോഴും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഒരു പ്രധാന ഘടകമായിരുന്നു. രാഹുൽ അവിടെ പ്രചരണത്തിൽ സജീവമായിരുന്നു. അവിടെയുള്ള കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കപ്പെട്ടത് രാഹുലിൽ കൂടെ ആയിരുന്നു. ഈ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് പോലും ഇത്രയും ആയപ്പോൾ, ഇനി ഇത് കഴിഞ്ഞിട്ട് ആ സമയത്തും രാഹുലിൻ്റെ അടുത്ത അനുയായികൾക്ക് സീറ്റ് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ ഇത്രയും കാലം തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു കേസിൻ്റെ ചാർജ് ഷീറ്റ് കേസ് വരുന്നത് വരെ രാഹുൽ സജീവം തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഇവരാരെയാണ് ഈ വിഡ്ഢികളാക്കുന്നത്? ഇതും പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ജാമ്യം തള്ളുന്നത് വരെ, ജാമ്യാപേക്ഷ തള്ളുന്നത് വരെ ഇവർ കാത്തിരുന്നു ഇയാളെ ഇതിൽ നിന്ന് സാങ്കേതികമായിട്ടെങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ. അപ്പോഴേക്ക് ആ ഡാമേജ് ഹാവ് ബീൻ ഓൾറെഡി ബീൻ ഡൺ. അതാണ് അത് ഇറിപ്പയറബിളായി അത് സംഭവിച്ചു കഴിഞ്ഞു. ഇത്ര കനത്ത ഒരായുധം
CPM-ന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. അവർക്ക് അവരുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്, അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് വളരെ ശക്തമാണ്. തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വലിയൊരു പടുകുഴിയിൽ നിന്നും കയറി വരാൻ ഈ കോൺഗ്രസ് ഒരു വലിയ കോണി അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, രക്ഷപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണത്. അത് ഈ സ്ഥാനത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇതുപോലെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ അത് ഉപയോഗിക്കും. ഇനിയും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇവർ അറസ്റ്റ് വൈകിക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യം ഈ ചർച്ച ഇങ്ങനെ കത്തിച്ച് നിർത്തേണ്ടത് ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെയും ആവശ്യം തന്നെയാണ്. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, അയാളിപ്പോൾ ഒരു പക്ഷേ ഓൾറെഡി തന്നെ ഇവരുടെ കസ്റ്റഡിയിലുണ്ടാവും, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. ഇതിനും സാധ്യതയുണ്ട്. കൃത്യമായ ഇലക്ഷൻ്റെ തലേ ദിവസം ആ ദിവസമായിരിക്കും രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വരുന്നത്. അവരത് ചെയ്യും ഗോപികൃഷ്ണ, അത് ചെയ്യും. അതാണ് കാര്യം. രാഷ്ട്രീയം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കിട്ടുന്ന എന്തിനാണ് ഇവർ ഈ പണി ചെയ്തത്? അതേസമയം അന്ന് ആരോപണം വന്ന് ഇവർ വലിയ ഉദാത്ത നടപടിയെടുത്തു. അന്ന് അവനെ കൊണ്ട് രാജിവെപ്പിക്കാമായിരുന്നല്ലോ ഇവർക്ക്. അന്ന് രാജിവെപ്പിച്ച് അന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ UDF-ന്റെ കയ്യിൽ എന്ത് മികച്ച അവസരമാണ് ഉണ്ടായിരുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഇനി താങ്കളുടെ അടുത്തേക്ക് വരാം. അടുത്ത ഘട്ടത്തിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരാം. ഞാൻ ഡോക്ടർ PK ഗോപനിലേക്ക് പോയ ശേഷം, ഡോക്ടർ PK ഗോപൻ, സർക്കാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ബോധപൂർവം വൈകിപ്പിക്കുന്നതാണെന്നും ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകമാണ് എന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെ നടപടികൾ, അതിൽ CPM-നെ, പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന അറസ്റ്റുകൾ, ഇതിലൊക്കെയുള്ള ജനശ്രദ്ധ തിരിക്കാൻ, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചയാകുന്നതിന് തടയിടാൻ, അതിന് പകരം പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെ എടുത്തു കാണിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നതാണ് ആക്ഷേപം. ഏറ്റവും ഒടുവിൽ വരിക സഹചരെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോണിൽ വിളിക്കുമ്പോഴുള്ള റിംഗ് ടോൺ എന്നാണ് അറിയുന്നത്. അതും 8 ദിവസത്തിന് ശേഷമാണ് ഫോൺ ഓൺ ആയിരിക്കുന്നത്. എന്നിട്ടും അരിച്ചു പെറുക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന, ഒരാളിൽ നിന്നും ഒരു തരത്തിലും മാറി നിൽക്കാൻ കഴിയാത്ത ഒരാളെ പിടികൂടാൻ കേരള പോലീസിന്, ഏറ്റവും സമർത്ഥരായ പോലീസിന് കഴിയാതെ വരികയും ചെയ്തിരിക്കുന്നു. ഈ ആരോപണങ്ങൾ, ഈ സംശയങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയല്ലേ? ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പറഞ്ഞത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ ഉണ്ടാകും, അത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായിരിക്കും അതിന് വിവരങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നത് എന്നാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു മൈലേജ് ഉണ്ടാക്കാൻ, ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഉള്ള നീക്കം എന്നാണ് അതിനുള്ള മറുപടി. ഈ ചർച്ചയിൽ കേട്ട കൗതുകരമായ കാര്യം, ബഹുമാന്യരായ എൻ്റെ സഹപാനലിസ്റ്റുകൾ, BJP സുഹൃത്തും കോൺഗ്രസ് സുഹൃത്തുക്കളും പരസ്പരം പറഞ്ഞ് വിഷമിക്കുകയാണ്. അതായത് CPM-കാർ തട്ടിക്കൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി വിഷമിക്കുകയാണ്. ഇങ്ങനെ സന്തോഷകരമായ കുറ്റപ്പെടുത്തൽ. താൻ വിചാരിച്ചിട്ടല്ലയോ അങ്ങനെ പോയത്, നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ അങ്ങനെ പോയത് എന്നൊക്കെ ഉള്ള വല്ല സാധാരണ രീതിയിലുള്ള കൊച്ചു വർത്താനം പറച്ചിലുണ്ടല്ലോ, അതുപോലെയാണ് അവരിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. പ്രതിപക്ഷ നേതാവ് ഒരു താക്കോലെടുത്ത് പോക്കറ്റിലിട്ടിട്ട് കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിക്കുക, ആവുമെങ്കിൽ എൻ്റെ ഇതൊന്ന് പിടിച്ചു വാങ്ങിക്കാൻ. ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ ഏകദേശം കർണാടകത്തിലാണെന്ന് വ്യക്തമായി. ശ്രീ ഗോപികൃഷ്ണ, കർണാടകം ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് പാർട്ടിയാണ്. ആ ബലത്തിലാണ് അദ്ദേഹം കർണാടകത്തിലേക്ക് പോയത്. കർണാടകത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ സംരക്ഷണയിലാണ് അദ്ദേഹം. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ പോലീസ് രാഹുലിനെ പിന്തുടരുന്നത്. അപ്പോൾ കോൺഗ്രസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ CPM താമസിച്ചു, അല്ലെങ്കിൽ രാഹുൽ എതിരായിട്ടുള്ള പരാതി തലേ ദിവസം തന്നെ കിട്ടുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം. അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നത്? തലേ ദിവസം ഒരു പരാതി കൊണ്ട് കൊടുക്കുമെന്ന്, തലേ ദിവസം പരാതി കൊണ്ട് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം. എന്നിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരൻ തീരുമാനിച്ചാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു മണ്ടത്തര വിളിച്ച് പറയുന്നത്. ഇവർക്ക് രാഹുലിനോടങ്ങ് കീഴടങ്ങാൻ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയ നേട്ടം അവിടെ അവസാനിക്കത്തില്ലായിരുന്നു. രാഹുലിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നത് CPM-ൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെങ്കിൽ രാഹുലിനോട് കീഴടങ്ങാൻ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ രാഹുൽ അറസ്റ്റ് വരിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്താൽ പോരായിരുന്നോ ആ നേട്ടം CPM-നുണ്ടാകുമെങ്കിൽ?
അപ്പോൾ ഇതൊന്നും അല്ലല്ലോ കാര്യം. ഇതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലേ. രാഹുലിനെ പിടിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ അതൊരു പ്രത്യേക വാക്ക് തന്നെ ഉപയോഗിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അത് അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെൻറ് ഏറ്റെടുക്കും. അത് പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒളിച്ചു നടക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണവും ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ചിലപ്പോൾ അതിനകത്ത് എടുത്തിരിക്കും. അതൊരു വശം. രണ്ടാമത്തെ വശം തന്നെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കഴിയുന്നതെന്നാണോ? തർക്കമില്ലല്ലോ. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലെങ്കിൽ എന്താ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഓടിപ്പോകാൻ? കുറച്ചുകൂടെ എളുപ്പം തമിഴ്നാട്ടിൽ പോകുന്നതായിരുന്നല്ലോ. തിരുവനന്തപുരത്തു നിന്നോ ഒക്കെ പാലക്കാട് നിന്നും പോകാൻ എളുപ്പം തമിഴ്നാട്ടിലേക്കായിരുന്നു. പക്ഷേ പാലക്കാട്ടിൽ നിന്ന് അദ്ദേഹം പോയത് കർണാടകത്തിലേക്കാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പോയത് കർണാടകത്തിലേക്കാണ്. അപ്പോൾ കർണാടകത്തിൽ പോകാനുള്ള കാരണം കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇത്രയും നല്ല നടപടി ലോകത്താരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന 2-3 ദിവസമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗോപികൃഷ്ണ, നടപടിയെടുത്തത് തിരുവനന്തപുരത്തെ കോടതിയാണ്, ഇവരല്ല. കോടതി ജാമ്യം കൊടുത്തിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ടാകുമായിരുന്നു. കുറേയധികം പെൺകുട്ടികളുടെ നീറി ഉരുകുന്ന കണ്ണീര് കിടക്കുകയും ചെയ്യും, അദ്ദേഹം കോൺഗ്രസിൽ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്തു. അതിന് മുമ്പേ പുറത്താക്കിയെങ്കിൽ കുറച്ചുകൂടി പിടിച്ചു നിൽക്കാനൊരു അവസരം ഉണ്ടാകുമായിരുന്നു. കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൂടിപ്പോകും ധരിക്കരുത്, മഹിളാ കോൺഗ്രസ് ഉണ്ട്, കർഷക കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അതുപോലെ രാഹുലിനെ നിങ്ങൾ കുറച്ച് ദിവസം കൂടി അതിനകത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ലൈംഗിക കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ് അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. കാരണം അതിന് പറ്റിയ കുറേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇപ്പം എൻ്റെ സഹപാനലിസ്റ്റുകൾ അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കോൺഗ്രസിൽ തന്നെ നല്ലൊരു പങ്ക് ആളുകൾ രാഹുലിൻ്റെ ഈ ലൈംഗിക വൈകൃതത്തിനെതിരായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും വന്നിട്ടുണ്ട്. സ്ത്രീകളിൽ ഒരു ചെറിയ പങ്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പക്ഷേ കോൺഗ്രസിനെ കൊണ്ടുവന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കോൺഗ്രസ് എന്നൊരു പോഷക സംഘടന ഉണ്ടാക്കാൻ അവർ പൊതുവെ അത്തരം സംഘടനകളെ പോഷക സംഘടനകളായിട്ടാണ് കണക്കാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അങ്ങനെയാണ്, KSU അങ്ങനെയാണ്, മഹിളാ കോൺഗ്രസ് അങ്ങനെയാണ്, കർഷക കോൺഗ്രസ് അങ്ങനെയാണ്. അതിലൊക്കെ നല്ല പ്രവർത്തകരും ഉണ്ട് അവർക്ക്, അന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത്തരം ഒരു ലൈംഗിക കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവർ പറയുന്നത് ഇത്രയും മികച്ച ഒരു നടപടി, എന്ത് നടപടിയായി പറയുന്നത്? താങ്കൾ ഈ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ VR അനൂപിന് ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പും അദ്ദേഹത്തിന്റെ എതിരഭിപ്രായങ്ങളും കേൾക്കാം. പറഞ്ഞോളൂ ശ്രീ അനൂപ്. അല്ല, അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞോട്ടെ, വിയോജിപ്പ് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം വിയോജിപ്പ് പറഞ്ഞോട്ടെ, എനിക്ക് തർക്കമില്ല. അല്ല, മര്യാദയില്ലാത്ത വർത്തമാനം പറയരുത്. മര്യാദയില്ലാത്ത വർത്തമാനം പറയരുത്. എനിക്കിവിടെ സംസാരിക്കുന്ന ബഹുമാന്യനായ ഗോപൻ സാർ, അദ്ദേഹം ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് പി ശശി ഇരിക്കുന്ന ഓഫീസിൽ, ഈ ഭരണം നിയന്ത്രിക്കുന്ന ഓഫീസിൽ പി ശശിയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പി ശശി ആരാ? കണ്ണൂരിലെ DYFI നേതാവിന്റെ ഭാര്യ, മുൻ MLA മകൾ. ഒരു എന്റെ സമയമാണോ ഗോപികൃഷ്ണ? എന്റെ സമയമാണോ അതോ അദ്ദേഹത്തിന്റെയാണോ? അല്ലല്ല, മിണ്ടരുത് മിസ്റ്റർ, മിണ്ടരുത്. ലൈംഗിക CPM-ന്റെ പ്രതിനിധികള്, ലൈംഗിക CPM-ന്റെ പ്രതിനിധികള്. താങ്കൾ ആ സമയത്ത് ഈ പരാമർശത്തിൽ കൈ ഉയർത്തിയതുകൊണ്ടാണ് ഒരു മിനിറ്റ് ഇനി ഞാൻ വരാം. ഡോക്ടർ PK ഗോപൻ തുടരാം. എൻ്റെ സമയമാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ സമയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പ്രകോപനം ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് രാഹുലിനെ നിർത്തിയാൽ, നിങ്ങളുടെ പാർട്ടി നിർത്തിയാൽ ഇങ്ങനൊരവസ്ഥ, ഒരു സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞ 2-3 പേര് പറയാം. PK ശശിയുടെ കാര്യത്തിൽ PK ശശിയെ CPM-ന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഘടകങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ PK ശശിക്കെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നതുപോലുള്ള ആരോപണമില്ല. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ടും അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. രണ്ടാമത് മുകേഷാണ്. മുകേഷ് CPM-ന്റെ അംഗമല്ല, എന്നാൽ പോലും മുകേഷ് CPM-ന്റെ MLA ആണ്. പക്ഷേ മുകേഷിനെതിരായിട്ടുള്ള പരാതി എന്താ? മുകേഷിനെതിരെ പരാതി കൊടുത്ത അതേ പെൺകുട്ടി തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് സാർ. അതുപോലെ ബാലചന്ദ്ര മേനോനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. 8 സിനിമ ആക്ടേഴ്സിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത ഈ സ്ത്രീയുടെ പേരിൽ ഒരു പോക്സോ കേസും ഉണ്ട്. കാരണം അവരുടെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല. അതുകൊണ്ട് അവർ ഉന്നയിച്ച ആരോപണം തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല. അതിൻ്റെ പേരിൽ മുകേഷ് ജയിലിൽ കിടന്നിട്ടില്ല പുറത്താക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ വിഷയം വളരെ ഗൗരവതരമാണ്. നിങ്ങളുടെ 2 MLA വിൻസെൻറ്റിൻ്റെ, എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ കിടന്നവരാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ സമീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പുറത്താക്കിയത്. അതുകൊണ്ട് CPM ഇതുപോലൊരു നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് യുക്തമല്ല.
CPM ഈ കാര്യത്തിൽ മുകേഷിൻ്റെ കാര്യത്തിലും PK ശശിയുടെ കാര്യത്തിലും P ശശിയുടെ കാര്യത്തിലൊക്കെ അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ കണ്ടുപിടിച്ചതാ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചതുപോലുള്ള ഗൗരവതരമായ ആക്ഷേപം ആരുടെയെങ്കിലും പേരിൽ കേരളത്തിൽ ഏതെങ്കിലും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് വന്നിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ശരി, എത്രയോ കേസുകളാണ്. ഇനി പരാതി അദ്ദേഹം പറഞ്ഞെന്താ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ, ഒരാളിൻ്റെ പേരിൽ 2 നടപടിയെടുക്കാൻ പറ്റില്ല. എത്ര പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് പറഞ്ഞത്? എന്നിട്ട് ഇപ്പം എന്തിനാ എടുത്തേ? ഒരാളിൻ്റെ പേരിൽ 2 നടപടി എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അതുപോലെ പരാതി കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി. അല്ല, റിനി ജോൺ പറഞ്ഞതെന്താ? റിനി ജോൺ പരസ്യമായി വന്നതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നത്. റിനി ജോൺ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനെ പോലെ കരുതുന്ന ശ്രീ VD സതീശൻ്റെ മുമ്പിൽ ഈ പ്രശ്നം നിരവധി ഉന്നയിച്ചു. അപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിളിച്ചു പറയുന്നത് ഹൂ കെയേഴ്സ് എന്നാ. നിങ്ങൾ പോയി പറ. അവർ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാം, സിംഗിൾ ഇൻവെർട്ടർ കോമ, പോയി പറ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു എന്നാ. അങ്ങനെ ഒരുപാട് പേര് പരാതി പറഞ്ഞു. അവസാനം ഒരു പെൺകുട്ടി, 23 വയസ്സുള്ള പെൺകുട്ടി, അത് വിവാഹിതയല്ലല്ലോ, ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് സൈബർ ആക്രമണം നേരിടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ വെളിച്ചത്ത് വരാതിരുന്നത്. പല സ്ത്രീകളും പറയുന്നുണ്ട് 23 വയസ്സ് മുതൽ 37 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ ലിസ്റ്റിൽ പെടുന്നത്. അതുപോലെ ഒരു IAS കാരിക്കെതിരായിട്ടുള്ള പ്രശ്നം വന്നു. കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃത്വ കുടുംബത്തിൽ നിന്ന് പ്രശ്നം വന്നു. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നം വന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ നടപടിയെടുക്കാതെ ഒരു കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ സമീകരിക്കണ്ട. ഒരു മിനിറ്റ് ഞാൻ വരാം. ഡോക്ടർ PK ഗോപൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു നിർത്തുന്നത്, ആരാണ് ഈ MLA ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത്, ആരുടെ സംരക്ഷണയിലും തണലിലുമാണ് ഈ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിന്നത് എന്നതാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ 8 ദിവസത്തിന് ശേഷവും പിടികൂടാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ആ ഫോണിൻ്റെ റിംഗ് ടോൺ വരിക സാഹചര്യം എന്നാണ്. അതായത് പോലീസിനെയും സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ രാഹുലിൻ്റെ ആ റിംഗ് ടോൺ, അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട് എന്നൊക്കെ പറയുന്നു. ഏതായാലും ശ്രീ VR അനൂപ്, ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം കർണാടകയിലാണ് രാഹുൽ പോയതെങ്കിൽ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ ആ സംരക്ഷണം ഉറപ്പാക്കിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നതെന്നാണ്. നിങ്ങൾ പറയുന്നു ബോധപൂർവം കേസ് ലൈവായി നിൽക്കാൻ വേണ്ടി ഈ സർക്കാർ കണ്ണടച്ചു കൊടുക്കുന്നു എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയുക? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തിയത് കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ലാതാകും എന്ന് കോൺഗ്രസ് ധരിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അതിലേക്ക് വരാം ഗോപികൃഷ്ണൻ. ഞാൻ കോൺഗ്രസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കൊക്കെ ഞാൻ നിശ്ചയമായും മറുപടി പറയും. അതിനു മുമ്പ് ഈ ചർച്ചയിൽ ഗോപികൃഷ്ണൻ നിശ്ചയമായും ഇടപെടേണ്ടിയിരുന്നൊരു ഭാഗമുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് എന്താ? CPMന്റെ പ്രതിനിധി ഡോക്ടർ ഗോപൻ പറഞ്ഞത് എന്താ? മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ലെന്നാ. അതിജീവിതക്കെതിരായുള്ള പരാമർശം നടത്തിയത്. അതിജീവിതയെ ഒരു ചാനൽ ചർച്ചയിൽ കീറിമുറിക്കാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം? രാഹുൽ ഈശ്വർ ചെയ്ത അതേ കാര്യമല്ല അദ്ദേഹം ചെയ്തത്. താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. ഒരു മിനിമം എത്തിക്സ് ഒരു ചർച്ചയിൽ ഇത്തരം ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പൊതു മാനദണ്ഡമല്ലേ? പരാതിക്കാരിയെ അധിക്ഷേപിച്ചിരിക്കുകയാണ്. പരാതിക്കാരിക്കെതിരെ, മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന്. അത് തിരുത്തണം അദ്ദേഹം. ഈ ചർച്ചയിൽ തന്നെ തിരുത്തണം. നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. കൃത്യമായി രാഹുൽ ഈശ്വർ ഇവിടെ എന്ത് സംശയം? അദ്ദേഹം ആ പരാമർശം പിൻവലിക്കാൻ അല്ല, മുകേഷിനെതിരായ പരാതി നൽകിയ ഉണ്ട്. അല്ല, മുകേഷിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ കുറിച്ച് താങ്കൾ നടത്തിയ പരാമർശമാണ്. മുകേഷിനെതിരെ ഞാൻ ആവർത്തിക്കുന്നു, മുകേഷിനെതിരെ പരാതി കൊടുത്ത വനിത, അവരുടെ പേരിൽ നിലവിൽ പോക്സോ കേസുണ്ട്. അവർ 7 or 8 സിനിമ ആക്ടേഴ്സിനെതിരായി പരാതി കൊടുത്തിട്ടുണ്ട്. അവർ മുകേഷിനോട് പൈസ ആവശ്യപ്പെട്ടതിൻ്റെ ഫോൺ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആ ട്രാക്ക് റെക്കോർഡറാ, അവരുടെ വേറെ ഒരു സഞ്ചാരത്തിൻ്റെ ട്രാക്ക് റെക്കോർഡറില്ല. കേസുമായി ബന്ധപ്പെട്ട് ആ ട്രാക്ക് റെക്കോർഡ് തെറ്റല്ല. അങ്ങനെ ഒരു സ്ത്രീ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതാണ് വിഷയം. ഇത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപൻ, ഇതൊരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. കോടതി വിലയിരുത്തേണ്ടതാണ്. അതിനകത്ത് ഒരു പരാതിക്കാരിയെ കീറി മുറിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ലാന്നേ. നിങ്ങൾ ആരാണ് മറ്റൊരാളുടെ സ്വഭാവ നിരൂപണം നടത്താനുള്ളത്? അദ്ദേഹം പറഞ്ഞത് ഈ പരാതിക്കാരിക്കെതിരെ ഒരു പോക്സോ കേസ് ഉണ്ട് എന്നതാണ്. പോക്സോ കേസ് ഉണ്ട്. അത് മാത്രമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമാണോ അദ്ദേഹം പറഞ്ഞത്?
അത് ശരിയല്ല. അല്ലല്ല, പോക്സോ അത് കേസ് ഉണ്ട്. മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, സാങ്കേതികമായി അവർക്കെതിരെയുള്ള കേസല്ലല്ലോ പറഞ്ഞത്. ഡോക്ടർ പി കെ ഗോപൻ, അല്ല, അത് അങ്ങനെ താങ്കൾ മാത്രമാണ് തിരുത്തുമോ? അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ താങ്കൾ അഡ്ജക്ട് തിരുത്തുമോ ഡോക്ടർ പി കെ ഗോപൻ? അതായത് അവർക്കെതിരായ കേസുണ്ടെന്ന് പറയാം, പക്ഷെ അതേസമയം തന്നെ ഇവിടെ ശ്രീ അനു പറഞ്ഞതുപോലെ ഇതിൽ പരാതിക്കാരായ അവരുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളെയോ സ്വഭാവത്തെയോ ഒന്നും വിമർശിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പരാമർശം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ഇല്ല 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 ഇല്ല, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പരാമർശം എന്റെ ഭാഗത്തില്ല. അവരുടെ പേരിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് ഉണ്ടായിരുന്നു, അത് താങ്കൾ തിരുത്തണം. ഉത്തരവാദിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നു, ട്രാക്ക് റെക്കോർഡ് ശരിയല്ല താങ്കൾ പറഞ്ഞു. ഡോക്ടർ പി കെ ഗോപൻ, ആ ഭാഗം താങ്കൾ തിരുത്തണം. കുറ്റകൃത്യാണ്. ഞാന് ശ്രീ അല്ല, ഞാനും ആ ഭാഗത്തിൽ താങ്കൾ ഈ പോക്സോ കേസിന്റെ ഭാഗമാണ് ഞാനും ശ്രദ്ധിച്ചത്, ഞാനും കേട്ടത്. ആ പോക്സോ കേസിന്റെ ഭാഗം പറഞ്ഞ കാര്യങ്ങളാണ് അത്. ശ്രീ അനു പറഞ്ഞതുപോലെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് പറയുന്ന ആ പരാമർശം തിരുത്തേണ്ടതാണ്. ആരാണ് നിങ്ങൾ ആരാ ട്രാക്ക് റെക്കോർഡ് തീരുമാനിക്കാൻ? റെക്കോർഡിനെ നിങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ കാണണ്ട. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ പറയട്ടെ. അദ്ദേഹം അത് വിശദീകരിച്ചോട്ടെ. ഒറ്റ മിനിറ്റ് അദ്ദേഹം പറയട്ടെ, ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. എന്താ ചെയ്യുക ഇങ്ങനെ പറഞ്ഞ? ഇത്ര അസ്വസ്ഥത എന്തിനാ? ഞാൻ ആ വനിതയെക്കുറിച്ച് പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായി പരാതി പറഞ്ഞ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നേരെ മറിച്ച് മുകേഷിനെതിരായിട്ട് ഞാൻ മുകേഷിനെ ന്യായീകരിക്കാനേ പോകുന്നില്ല. മുകേഷ് എന്നല്ല, ഒരു ഇത്തരം കേസിൽ പെടുന്ന ആളുകളെ ന്യായീകരിക്കുക നമ്മുടെ ആരുടെ ഉത്തരവാദിത്വമല്ല. നമുക്കൊന്നുമില്ല, അതൊക്കെ ചെയ്തവരനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഞാനായാലും നിങ്ങളായാലും. ഞാൻ പറഞ്ഞു വന്നത് മുകേഷിനെതിരെ പരാതി കൊടുത്ത ആള് നിരവധി സിനിമ ആക്ടേഴ്സിനെതിരെ പരാതി കൊടുത്തു മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയുക. പരാതി കൊടുത്തതാ. അല്ലല്ല, ഇവിടെ ശ്രീ അനു പറഞ്ഞൊരു ഭാഗം അവരുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് പറഞ്ഞ ഭാഗം തിരുത്തണമെന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ബാഡ് കൊണോട്ടേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് തിരുത്തണമെന്ന് പറയുന്നത്. ഞാൻ അത് ക്ലിയർ ചെയ്യാം ഗോപികൃഷ്ണ, അത് ക്ലിയർ ചെയ്യാം. ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ പറയട്ടെ, ലൈംഗിക അബദ്ധസഞ്ചാരത്തിന്റെ ഒരാരോപണവും എനിക്കില്ല അവരെ സംബന്ധിച്ച്. കാരണം എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ആരോപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ല, താങ്കൾ അതിനകത്ത് പറഞ്ഞൊരു ഭാഗം പോക്സോ കേസ് അവർക്കെതിരെ വന്ന ഭാഗമാണ്. അതാണ് ഞാൻ ആ ഭാഗമായതുകൊണ്ടാണ് ശ്രീ അനൂപ് ആ ഭാഗം അദ്ദേഹം പറഞ്ഞതിലെ കാര്യങ്ങളിലാണ് ഞാൻ നിന്നത്. താങ്കൾ പറഞ്ഞതുപോലെ അല്ലാതെ അതന്നെ ഞാൻ പറഞ്ഞ ട്രാക്ക് റെക്കോർഡ് എന്നത് അനൂപ് സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. അത്തരം ഒരു പദപ്രയോഗം ഈ അതിജീവിതയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഞാൻ വരാം. ശ്രീ അനൂപ്, ബാക്കി താങ്കളുടെ മറുപടി. അല്ല, ബാക്കി കാര്യം അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ വ്യക്തികൾ ചെയ്യുന്ന പി ശശി, അദ്ദേഹം പറയുന്നത് പി ശശി ചെയ്തത് ഗുരുതരമായ കാര്യമല്ല എന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാലോ. അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞതുപോലെ ഒരു പരാതിയല്ല. സഖാവായ സ്വന്തം കമ്മിറ്റിയിൽ സഹപ്രവർത്തകനായ DYFI നേതാവിൻ്റെ ഭാര്യയാണ് ഒരു സ്ഥാനത്ത്, ഒരു മുൻ MLA മകളാണ്. അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാലോ. ഈ പരാതി ഉന്നയിച്ച സ്ത്രീകളൊന്നും അവിടെ പിന്നീട് ഉണ്ടായിട്ടില്ല. CPM-ലും ഉണ്ടായിട്ടില്ല, പൊതുരംഗത്തും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താ? പരാതിക്കാരികളുടെ കൂടെയാണ് കോൺഗ്രസ് നിന്നതെന്നേ. നമ്മളിതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് കോൺഗ്രസിന് വിമർശിക്കാം, കോൺഗ്രസ് എടുത്ത നടപടികൾ അപര്യാപ്തമാണെന്ന് പറയാം. പക്ഷേ ഈ പരാതിക്കാരികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ആരാ? കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തതുകൊണ്ടാണ് ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടായത്. കോൺഗ്രസ് പോലൊരു പാർട്ടി പിന്നിലില്ല. ഇയാൾ ഒരു വ്യക്തിയാണ്, ഒറ്റപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഇയാൾക്കെതിരെ ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറാവാതിരുന്ന പരാതിക്കാരികൾ പിന്നീട് എന്തുകൊണ്ടാണ് പരാതി കൊടുത്തത്? ഞങ്ങൾ ഓൺ ചെയ്യാത്തതുകൊണ്ടാണെന്നേ. മറിച്ച് CPM ഇത്ര സന്ദർഭങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? പിന്നെ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, വലിയ വായിൽ അദ്ദേഹം പറയുന്നത് ഒരു നിവൃത്തിയുമില്ലാതെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോഴാണെന്ന്. ഞാൻ പറയുന്നത് കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരിമല കേസിലെ പ്രതികളെ ഇപ്പോഴും പുറത്താക്കേണ്ടതില്ല, വിചാരണ കഴിയട്ടെ എന്ന് പറയുന്ന പാർട്ടി അവര്. അപ്പോൾ ഒരു കാര്യത്തിൽ രണ്ട് നിലപാട് ശരിയല്ല. ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ആരായാലും ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി ചെയ്തതൊന്നുമല്ലല്ലോ. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നു. അതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോസിറ്റീവായി തന്നെ ഉൾക്കൊള്ളും. പക്ഷെ അത് വിമർശിക്കാനുള്ള ധാർമ്മിക ശുദ്ധിയൊന്നും CPM-നെ പോലുള്ള പാർട്ടിക്കില്ല. ലൈംഗിക കേസുകളെ കുറിച്ചൊരു വിശദമായ ചർച്ച ചെയ്യാൻ തയ്യാറാ. പോക്സോ കേസിൽ പ്രതികളായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളായിട്ടുള്ള പാർട്ടി CPM-ആ. അത് വിചാരിച്ച് മിസ്റ്റർ ഗോപൻ ഉൾപ്പെടെയുള്ള CPM-കാർ ലൈംഗിക CPM ആണ് എന്നൊന്നും ഞാൻ പറയില്ല.
അദ്ദേഹം അങ്ങേയറ്റം ഒരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞോ കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയണ്ട, അത് പറഞ്ഞാൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്കറിയാം. CPM-ലെ ഗൂഗിൾ ചെയ്താൽ മതി. പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട CPM-ന്റെ മലപ്പുറത്തൊരു അധ്യാപകൻ ഓരോ സ്ഥലത്തും ഉണ്ട്. അത് മാത്രമല്ല, പോക്സോ കേസിൽപ്പെട്ട സംഘപരിവാറുകാരനായ പാലത്തായിലെ പത്മനെ സംരക്ഷിച്ച പാർട്ടിയാണ് നിങ്ങളത്. അപ്പൊ അത് ഈ മൊറാലിറ്റിയുടെ ട്യൂഷൻ ക്ലാസ് ഒന്നും എടുത്ത് ഇങ്ങോട്ട് വരണ്ട. ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ PK ഗോപൻ പറയുന്നു കർണാടകത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണിന്റെ സിഗ്നലൊക്കെ കാണിച്ചത്. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, അവിടെ കോൺഗ്രസിന്റെ തണലിൽ കഴിയുന്ന ഒരാൾ അങ്ങനെ ഇപ്പോൾ ഈ ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിലപാടൊക്കെ എടുക്കുന്നു കോൺഗ്രസ് എങ്കിൽ രാഹുലിനോട് അന്നേ കീഴടങ്ങാൻ പറയണമായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ നാടകമാണെങ്കിൽ അത് അപ്പോൾ തന്നെ അവസാനിക്കില്ലേ എന്നാണ്. പക്ഷേ അപ്പോൾ കോൺഗ്രസിന്റെ ആരോപണങ്ങളെയാണോ താങ്കൾ കാര്യമായി പരിഗണിക്കുക, അതോ ഈ പറയുന്ന പ്രതിരോധവാദങ്ങളെയാണോ? അല്ല, ഇവർ രണ്ടുപേരും പറയുന്നതിൻ്റെയാണ് ഞാൻ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, രാഹുലിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, വരിക സാഹചര്യം എന്ന് കേൾക്കാൻ പറ്റും. അതായത് ആക്റ്റീവായിട്ട് മിനിറ്റുകൾ കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാവുന്ന ഇടത്ത് രാഹുൽ ഉണ്ട് എന്നല്ലേ ഗോപികൃഷ്ണൻ അതിൻ്റെ അർത്ഥം? എത്ര സമയം വേണം പോലീസിന് റിങ് ചെയ്യുന്ന ആക്റ്റീവായി നിൽക്കുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ? എത്ര സമയം വേണം? എത്ര മിനിറ്റ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ? ശ്രീ ഷാബു പ്രസാദ് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, അത് ഈ പോലീസിനെ ബോധപൂർവ്വം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നും ഈ ഫോൺ റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ആളില്ല എന്നുമൊക്കെയാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അറിയില്ല, ഞാൻ പറഞ്ഞത് ചില സൂചനകൾ വരുന്നത്. അല്ല, ഇനി എന്ത് തന്നെ ആയാലും രാഹുലിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അയാൾക്ക് അങ്ങനെ ഒന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ലൊക്കേറ്റ് ചെയ്യാനും പിടിക്കാനും പറ്റാഞ്ഞിട്ടല്ല അത്. ഇത് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ചർച്ച കൊഴുപ്പിച്ച് നിർത്താൻ വേണ്ടി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസ് അതിനെക്കാട്ടി വലിയ നിസ്സഹായാവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്നു, ഞാനും ചോദിച്ചിരുന്നു, ഇയാളെ നേരത്തെ ഇപ്പം ഈ ചെയ്ത പരിപാടി നേരത്തെ ചെയ്തുകൂടായിരുന്നോ? ഇയാളെ എന്തിന് വീണ്ടും ഈ പാലക്കാട് ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ അനുവദിച്ചു? എന്തിന് ഇയാൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുത്ത് അയാളെ സഹായിച്ചു? എത്രയോ നാളുകളായി കോൺഗ്രസിൽ തന്നെയുള്ള സ്ത്രീകൾ പരാതി പറയുന്നു. ഇന്നലെ കണ്ടിരുന്നു MA ഷഹനാസ്, അവർ ഒരു എഴുത്തുകാരിയാണ്, കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിലെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ നേതാവാണ്. എത്രയോ നാൾ മുമ്പ്, 4-5 വർഷം മുമ്പ് ഷാഫി പറമ്പലിനോട് പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളിയതാണ്. അവർ തുറന്നു പറയുകയാണത്. അതായത് ഇയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാളെ MLA ആക്കിയതും ഇയാളെ നേതാവാക്കിയതും എല്ലാം. അല്ലാതെ ഈ ഒരു 5-6 മാസം മുമ്പ് ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ, കുറച്ച് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോൾ പൊട്ടി വീണ വിവരമൊന്നുമല്ല. ഇത് ഈ നാട്ടിലെ കോൺഗ്രസ്സിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇവരുടെ നിസ്സഹായത. കാര്യം ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇയാളുടെ നാവിൽ നിന്ന് വീഴാൻ പോകുന്ന പല സത്യങ്ങളും ഉണ്ടാകും. അതിനെ ഇവർക്ക് ഭയമാണ്. കാര്യം നഷ്ടപ്പെടാനൊന്നുമില്ല എന്നൊരവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളും കോൺഗ്രസിനെ പറ്റി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ മുഖം മൂടികൾ ഇവിടെ വലിച്ചു കീറപ്പെടും? എത്ര പേര് പൊതുമധ്യത്തിൽ ഇങ്ങനെ നഗ്നരായി നിൽക്കേണ്ടി വരും? ആ ഒരു ഭയവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇവർ വേണ്ടണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് അഴകുഴമ്പൻ കളിച്ച് അവസാനം നിവർത്തികെട്ട് ഈ കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രം ഇവർ പുറത്താക്കിയത്. അത് അവരുടെ നിസ്സഹായതയാണ്. അതാണ് ആ നിസ്സഹായത CPM നല്ല ഗംഭീരമായിട്ട് മുതലെടുക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് അറസ്റ്റ് വൈകിക്കുകയാണ് എന്നുള്ളത് സത്യം തന്നെയാണിത്. പിന്നെ ഈ CPM-ൻ്റെ കാര്യം എന്താണ്? CPM ഇതിൽ നിന്ന് വ്യത്യസ്തരാണോ? അവർക്ക് അവരുടെ ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ തീവ്രത ഇളക്കുന്ന മെഷീനുകളൊക്കെ വെച്ച് അവരുടെ പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും. തീവ്രത കൂടിയ പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ നല്ല താത്വിക അവലോകനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു സാമർഥ്യവും ഒരു സംഘടനാ സംവിധാനവും പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ വെട്ടുക്കിളിക്കൂട്ടവും സൈബർ വെട്ടുക്കിളിക്കൂട്ടവും കൂടെ അവരെ അതങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ ഒരു സംവിധാനം അവർക്കില്ല. എന്തായാലും ഇത് രണ്ടും കൂടെയുള്ള, അതായത് ഇത് ആരും മുമ്പിൽ, അതായത് ഈ
പീഡനം എന്ന സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിലുള്ള ആ കോമ്പറ്റീഷനിൽ ഇപ്പോൾ ഗപ്പടിച്ച് നിൽക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഉള്ളൂ. ഞാൻ ഡോക്ടർ പി കെ ഗോപൻ കോൺഗ്രസ് വളരെ ശരി ശ്രീ ഷാബു പ്രസാദ് ശരി ഞാൻ ഡോക്ടർ പി കെ ഗോപൻ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ സാധാരണ നിലയിൽ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ പൊതുപ്രവർത്തകരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞത്, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകന് ചേർന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല. പക്ഷേ ഈ തരത്തിലുള്ള ലൈംഗിക വൈകൃതമുള്ള ഒരാളെ ഈ പാർട്ടിയും അതിലെ നേതാക്കളുമൊക്കെ സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ ഈ കേസുണ്ടായിട്ടും നടപടി പാർട്ടി തലത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുമൊക്കെ ഈ MLA ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുന്നു എന്നത് സത്യത്തിൽ ഈ സർക്കാരിന് നേരെ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു വിഷയമല്ലേ? പോലീസിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ 9ാം ദിവസത്തിലും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോടുള്ള ഒരു ചോദ്യമല്ലേ? എല്ലാ വാദങ്ങളെയും ദുർബലപ്പെടുത്തുന്ന ഒന്നല്ലേ? ഇപ്പോൾ ഇതിങ്ങനെ കത്തിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് സാധാരണ നിലയിൽ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദൊക്കെ പറഞ്ഞതുപോലെ ജനം അങ്ങനെ കരുതുന്നതിൽ തെറ്റുണ്ടാകുമോ? അപ്പോൾ ഇതൊരു പോലീസിന്റെ വീഴ്ചയാണ്, കഴിവുകേടാണ് എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടില്ലേ? ശ്രീ ഗോപികൃഷ്ണ, അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹം തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അലമാരയിലോട്ട് നോക്കിയാൽ വേറൊരു നല്ല ഗപ്പ് അവിടെ ഇരിക്കുന്ന കാണാം. ആ ഗപ്പ് പാലത്തായി കേസിലെ BJP നേതാവായിട്ടുള്ള പ്രതി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ആ കപ്പും കൂടെ അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആ ഗപ്പിലേക്ക് അദ്ദേഹം നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളാണ്. അതിൽ വരിക സഹചരെ എന്നുള്ള ഫിലിം ട്യൂണുമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണും പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന ശുദ്ധഗതിക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടോ? കാരണം അയാളുടെ ഫോൺ അയാളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അപ്പോൾ അയാൾക്ക് അത്രയും വലിയ മണ്ടത്തരമൊന്നുമുള്ള ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രയും മണ്ടത്തരം ഉണ്ടെങ്കിൽ അയാളെ ഇപ്പോഴേ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഇല്ല, അത് കണ്ടല്ലോ, അവരുടെ ഡ്രൈവറെയും അയാളുടെ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണല്ലോ. അതെ അതെ, ഡ്രൈവറും സഹായിയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പറഞ്ഞോട്ടെ സാർ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. പക്ഷേ ആ ഫോൺ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അവരുടെ ഡ്രൈവറെയും സഹായിയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ പി കെ ഗോപൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറയാം. ഞാൻ 1 മിനിറ്റല്ല, എൻ്റെ സമയമാണല്ലോ. അദ്ദേഹത്തിന് ഞാൻ ഇവരാരും പറയുമ്പോൾ ഇടപെടുന്നില്ലല്ലോ ശ്രീ ഗോപികൃഷ്ണ. അല്ല, ഞാൻ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. ഷാബു പ്രസാദ് അദ്ദേഹത്തിൻ്റെ സഹായികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം സാർ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് സാർ ഈ 2ാം കസേര എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വലിയ ചർച്ച നടക്കുമ്പോഴാണ് 2ാം കസേര അല്ലെങ്കിൽ മന്ത്രിസഭയിലെ 2ാമത് പദവി. അപ്പോഴാണ് ജിഷ കേസ് കേരളത്തിലുണ്ടാവുന്നത്. ആ ജിഷ കേസ് തെളിയിക്കാൻ വേണ്ടി കോൺഗ്രസ് കാട്ടിക്കൂട്ടിയ, അന്നത്തെ പോലീസ് കാട്ടിക്കൂട്ടിയ കൗതുകം അങ്ങയ്ക്കൊക്കെ അറിഞ്ഞുകൂടായോ? ഒരു പച്ചമാങ്ങ കെട്ടി തൂക്കിയിട്ട് എന്നിട്ട് നോർത്ത് ഇന്ത്യക്കാരായ തൊഴിലാളിയെ കൊണ്ട് ആ മാങ്ങ കടിപ്പിച്ചിട്ട് പല്ലിൻ്റെ അടയാളം നോക്കി ആളിനെ പിടിക്കാമെന്ന് കരുതി പഴയ ചെരുപ്പ് അവിടെ തൂക്കിയിട്ട് എന്നിട്ട് വഴിയെ പോകുന്നവരെ കൊണ്ട് ഈ ചെരുപ്പിൻ്റെ കാലടയാളം എടുപ്പിക്കുക. അവസാനം പിണറായിയുടെ സർക്കാർ വന്നിട്ടാണ് ആസാമിലൊരു ഗുഹയിൽ പോയി ഈ ജിഷ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി നശിപ്പിച്ച് കൊലപ്പെടുത്തിയവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാത്തതുണ്ടോ? ഇത് വേറെയാണ് കേസ്. ഇതൊരു MLA ആണ്. ഇയാൾക്ക് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ കർണാടകത്തിൽ എന്തോ ഇദ്ദേഹത്തിൻ്റെ മുഖം, അതേ മുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മുഖവുമായിട്ട് കർണാടകത്തിൽ മൊത്തം ഇറങ്ങി നടക്കുമെന്നാണോ നിങ്ങളൊക്കെ ധരിക്കുന്നത്? അപ്പോൾ ഒളിവ് ജീവിതമാണ്. ആ ഒളിവ് ജീവിതത്തിൽ നല്ലൊരു പാർട്ടിയുടെയും ഒരു ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടുണ്ട്, വലിയൊരു സംഘടന പിന്നിലുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാലതാമസം വരും, അല്ലാതെ വേറൊന്നുമല്ല. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമാണെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം ചെയ്താൽ മതി. കോൺഗ്രസിൻ്റെ സഹായികൾ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ട കീഴടങ്ങിയിട്ട് കേരളത്തിലെ സർക്കാരിൻ്റെ നേട്ടത്തെ ഇല്ലാതാക്കാൻ പറഞ്ഞാൽ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. അപ്പോൾ അതല്ല വിഷയം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത്, കോൺഗ്രസിനെ ഞാൻ ലൈംഗിക കോൺഗ്രസ് എന്ന് ആക്ഷേപിച്ചില്ല അനൂപ്, ദയവായി തെറ്റിദ്ധരിക്കരുത്, എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ തുടരാൻ അനുവദിച്ചാൽ അയാൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഘടനയുടെ പേരാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇല്ലാതാക്കിയത് നല്ല കാര്യമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കഴിഞ്ഞ തവണയോ ഈ തവണയോ ഒന്നുമല്ല പരാതി വന്നത്. ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഷഹാനെ പോലുള്ള ലിറ്ററേച്ചർ രംഗത്ത് നിൽക്കുന്ന സംസ്കാര സാഹിത്യയുടെ ഭാരവാഹികളായിട്ട് നിൽക്കുന്നവർ, ഇവരെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഇപ്പോൾ 1 വർഷമായുള്ള പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നിട്ട്
അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ്, അതും കുറച്ച് വർഷങ്ങളായി, അതിനു മുമ്പ് ഷാഫി പറമ്പിലിനോട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന, നിങ്ങളുടെ പെറ്റായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഷാഫി പറമ്പിലിന് കോൺഗ്രസിനകത്തെ സ്വാധീനത്തിൻ്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒഴിയുന്ന പദവിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക്, അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായിക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമായി. അതിൻ്റെ ഭാഗമായി പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ വനിതാ നേതാക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. ആ അഹങ്കാരത്തിലാണ് റെനിയോട് പറഞ്ഞത് ഹൂ കെയേഴ്സ് എന്ന അഹങ്കാരവാചകം പറഞ്ഞത്. ഇതും ഇടതുപക്ഷത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളുമായിട്ട് ഒരു താരതമ്യമില്ല. കാരണം ഞങ്ങൾ CPM-നെ സംബന്ധിച്ച് ഏതൊരു പരാതി, ലൈംഗിക പരാതി ആയിക്കോട്ടെ, അഴിമതി കേസും ആയിക്കോട്ടെ, ഒരു വിട്ടുവീഴ്ചയും ഒരാളുടെ പേരിലും സ്വീകരിക്കില്ല. ആ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ താരതമ്യേന ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അത് പോലീസ് കേസെങ്കിൽ പോലീസ് കേസ്, പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി വരുന്നു, പാർട്ടിയാണ് നിലപാടെടുക്കേണ്ടതെന്ന് പരാതിക്കാർ പറഞ്ഞാൽ പാർട്ടിക്കേ നിലപാടെടുക്കാൻ പറ്റൂ, മറ്റൊരാൾക്ക് നിലപാടെടുക്കാൻ പറ്റത്തില്ല. അതല്ല, അവർക്ക് പോലീസിലാണ് സമീപിക്കേണ്ടതെങ്കിൽ പോലീസിനെ സമീപിക്കാം. ഇപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ അവർ പോലീസിനെ സമീപിച്ചു. മുകേഷിന് ഒരു മടിയും കൂടാതെ കോടതി ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്തതിൻ്റെ കാരണം ബാലചന്ദ്ര മേനോൻ ഉൾപ്പെടെ ഈ പെൺകുട്ടിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് തിരുമംഗലം പോലീസ് സ്റ്റേഷനിൽ ബാലചന്ദ്ര മേനോൻ ഈ പെൺകുട്ടിക്കെതിരെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ പേര് കേസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു കേസാണത്. അതുകൊണ്ട് അത് കോടതി തെളിയിക്കട്ടെ. മുകേഷ് തെറ്റുകാരനാണെന്ന് കോടതി തെളിയിച്ചാൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾ വിൻസെന്റിന്റെ കാര്യത്തിൽ മിണ്ടുന്നില്ല, നിങ്ങൾ എൽദോസിന്റെ കാര്യത്തിൽ മിണ്ടുന്നില്ല. ആ രണ്ട് കാര്യം ഗോപികൃഷ്ണൻ ചോദിച്ചിട്ടും മിണ്ടുന്നില്ല, ഷാബു പ്രസാദ് ചോദിച്ചാലും മിണ്ടില്ല, PK ഗോവൻ ചോദിച്ചാലും മിണ്ടില്ല, ആര് ചോദിച്ചാലും മിണ്ടില്ല, അക്കാര്യത്തിൽ മിണ്ടില്ല. ശ്രീ അഡ്വക്കേറ്റ് VR അനൂപ്, MLA പദവിയിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ഈ സംഘടനയ്ക്കകത്ത് 3 തരത്തിലുള്ള നടപടികൾ എടുത്തു, പ്രാഥമിക അംഗത്വത്തിൽ വരെ പുറത്താക്കി. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള ഈ പരിക്കുകളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിന് കാലത്ത് കോൺഗ്രസും UDF-ഉം രക്ഷപ്പെട്ടു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിലേക്ക് വരാം ഗോപികൃഷ്ണൻ. അതിനു മുമ്പ് ഇപ്പോഴും അദ്ദേഹം ഇരയുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന തരത്തിൽ ആ ഇര എന്ന് പറയുന്നത് മറ്റേ ആൾക്കെതിരെ പരാതി കൊടുത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണോ കരുതിക്കൂട്ടി പറയുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വേണമെങ്കിൽ ഈ വിൻസെന്റിന്റെ കേസിലോ അല്ലെങ്കിൽ മറ്റേ എൽദോസിന്റെ കേസിലോ ഒക്കെ ഇരകളെ കുറിച്ച് പറയാം. പക്ഷെ ഞാൻ അവരെ കുറിച്ച് ഒരു പരാമർശവും നടത്തുന്നില്ല, അവരെ ഡിഫൈൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അപ്പം ഇതിന്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണോ അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല. അതോ വീണ്ടും മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, തൻ്റെ വാദമുഖങ്ങൾ സമർത്ഥിക്കാനാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ പാലത്തായി കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പാലത്തായി കേസിൽ BJP-ക്ക് ട്രോഫി കിട്ടിയെന്ന്. ആ ട്രോഫി BJP-ക്ക് CPM-നും കൂടി ഒരുമിച്ച് കിട്ടിയ ട്രോഫിയാണെന്നേ കോടതി പറഞ്ഞില്ലേ. എടുക്കേണ്ട സമയത്ത് നിങ്ങൾ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയടക്കം നിങ്ങൾ ഉന്നയിക്കുന്ന എന്തിനാ? CPM-ഉം സംഘപരിവാറും തമ്മിലുള്ള അന്തർധാര വളരെ കൃത്യമായി വ്യക്തമായിക്കൊണ്ടിരിക്കില്ലേ. ഇപ്പൊ ജോൺ ബ്രിട്ടാസ് എങ്ങനെയാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്നുള്ളത് കൃത്യമായി സംഘപരിവാറിന്റെ ആളുകൾ തന്നെ പറയാ. ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയ കരച്ചിൽ എന്താണെന്നറിയോ? ബ്രിട്ടാസിനെ സംഘി എന്ന് വിളിക്കരുത് എന്ന. പക്ഷെ ഇവരുടെ സൈബർ രംഗത്തെ ആളുകൾ ഇപ്പോഴും ഷാഫി പറമ്പിലിനെ സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കൃത്യമായി ബ്രിട്ടാസ് സംഘിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ബ്രിട്ടാസിന്റെ പാർട്ടിയും സംഘപരിവാറിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ സംഘപരിവാർ ചെയ്യുന്ന വർഗീയ പ്രചാരണ വേല ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ തുറന്നു കാട്ടും. കൃത്യമായ അന്തർധാരയുണ്ട്. അത്തരം വിഷയങ്ങളിൽ നിന്ന് ഇവിടുത്തെ സാമാന്യ ജനത്തിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇപ്പോഴും ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യവും വ്യക്തമാണ്. ഇതിൽ കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗമല്ലാത്ത ഒരാളെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ കർണാടകയിലായതുകൊണ്ട് പിടിക്കാൻ പറ്റാതെ. കർണാടക എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ പെട്ട സ്ഥലമാണോ? കർണാടക എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമം നിലനിൽക്കുന്ന സ്ഥലമല്ലേ? അങ്ങനെ ഒരു സർക്കാരിന് എന്ത് മണ്ടത്തരമാണ് CPM പ്രതി പറയുന്നത്? ഒരു സർക്കാരിന് കേരളത്തിൽ ക്രൈം ചെയ്ത ഒരാളെ കർണാടകത്തിലെ ഗവൺമെന്റിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? കേരള പോലീസിന് അങ്ങോട്ടേക്ക് പോക്കൂടെ? അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ കൈമാറുന്നതിന് വിലക്കുള്ള സ്ഥലമാണോ? ഇവിടെ കൃത്യമായി തങ്ങളുടെ സർക്കാരിന്റെ കഴിവുകേട് കോൺഗ്രസ്സുകാരെ മറച്ചു വെക്കുകയാണ് CPM പ്രതിനിധി. കോൺഗ്രസിൽ ആരെങ്കിലും ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നേ. നിങ്ങൾ പോലീസ് കണ്ടെത്തി നടപടിയെടുക്കുക. അല്ലാതെ നിങ്ങളുടെ സർക്കാരിന്റെ പോലീസ് ഇങ്ങനെ വീഴ്ച, രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. ഒന്നുകിൽ കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സർക്കാരിന്റെ കഴിവുകേട് വീഴ്ച, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ
ഈ രാഷ്ട്രീയ അവസരം കിട്ടുന്നതിന് വേണ്ടി ഇരകളെ അടക്കം ദുരുപയോഗം ചെയ്യാൻ ഈ കേസിന് ഉപയോഗപ്പെടുത്താനും ഇരകളുടെ പേരിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. ഇത് എന്താണ് എന്ന് മറുപടി പറയേണ്ടത് കേരളത്തിലെ പൊതുബോധത്തിന് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട CPM ആണ്. ഞങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്തു. ഇനി ചെയ്ത് കാണിക്കേണ്ടത് കേരളത്തിലെ CPM ആണ്. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം 2 പോയിന്റാണ്. ഒന്ന്, ഈ പ്രതിയെ പിടിക്കാനുള്ള കഴിവ്. കർണാടകത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനമാണെങ്കിൽ അവിടെ പോയി സർക്കാരിന് പിടിക്കാമെന്നിരിക്കെ പിടിക്കാൻ കഴിയാതിരിക്കുന്നത് ഇവിടുത്തെ പോലീസിങ്ങിൻ്റെ വൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഇത് നിഗൂഢമായി സർക്കാർ ഈ പറയുന്ന വിഷയത്തിൽ, ഇതുപോലൊരു വിഷയത്തിൽ ഇരകളെ മുൻനിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ സർക്കാരിനെതിരെ വരുന്ന വിഷയങ്ങളെ പ്രതിരോധിക്കാനുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള പരിശ്രമമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നതൊരു പ്രധാന ചർച്ചയാവുകയാണ് എങ്കിൽ അവിടെ മറ്റൊരു ആയുധമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടി എടുത്ത് പയറ്റാം എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ BJPയും ഇതിനകത്ത് ഓരോ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ നിങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി വന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഗവൺമെൻറ് പറയാൻ പോകുന്നത് ഞങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ SITയുടെ അന്വേഷണം, ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഫലപ്രദമായി അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ആരെയും തടയാൻ ശ്രമിച്ചിട്ടില്ല, ഒരു പ്രതിക്ക് വേണ്ടിയും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, കുറ്റക്കാരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ ഈ പോലീസ് പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഈ വാദമുഖങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് വിഷയം ചർച്ചയാകുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഇതിനെങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, BJP ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വർണ്ണക്കൊള്ളക്കാരെ വേണോ, സ്ത്രീ പീഡകരെ വേണോ, അതോ രാജ്യത്തിൻ്റെ നാടിൻ്റെ വികസനം മുൻപോട്ട് വയ്ക്കുന്ന BJPയെ വേണോ? ഈ ഒരു 3 വളരെ വളരെ ശക്തമായ ഈ ചോദ്യമാണ് BJP ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ആ ചോദ്യങ്ങളുമായി അവർ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ അടിസ്ഥാന തലത്തിൽ തന്നെ വളരെ എണ്ണയിട്ട യന്ത്രം പോലെ BJP വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ വളരെ പ്രസക്തമായ കാര്യം, ഈ 2 വിഷയവും വളരെ ആക്റ്റീവായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ആ വിഷയങ്ങളോടുള്ള ഇവരുടെ പ്രതികരണം ദുർബലവുമാണ്. സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ CPM ഞങ്ങൾ SIT മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് വളരെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ജാമ്യം കിട്ടാതെ ജയിലിലാണ് എന്നത് ഒരു വസ്തുതയായി മുമ്പിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇവർ പുറത്താക്കി അകത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇക്കാലം മുഴുവനും അവരുടെ കൊണ്ടു നടന്നിരുന്ന അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു നേതാവാണ് ഇപ്പോൾ കാലുവെന്ത നായയെ പോലെ ഈ നാട് നീളെ ഓടി നടക്കുന്നത് എന്നുള്ളതും ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഈ 2 വസ്തുതകൾ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അത് വളരെ ശക്തമായ ചോദ്യമാണത്, വളരെ കരുത്തുള്ള ചോദ്യമാണത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ BJPക്ക് ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതിൽ അവർ വലിയൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇനിയിപ്പോൾ ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു, എന്തായിരിക്കും ജനവിധി എന്നുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. അതുവരെ ഈ ഒരു വശത്ത് സ്വർണ്ണക്കൊള്ളയും മറ്റു വശത്ത് സ്ത്രീ പീഡനവുമായി ഇവർ 2 പേരും തമ്മിൽ കിടന്ന് ഇങ്ങനെ അടിച്ചും ബഹളവും ഉണ്ടാക്കും. അതിനിടയിലൂടെ BJP അവരുടെ കാര്യം നല്ല ഒന്നാം തരമായിട്ട് നടപ്പാക്കുകയും ചെയ്യും. ഡോക്ടർ PK ഗോപൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നാളെ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലേക്ക് വരികയാണ്. അതിനു മുൻപ് കേരള പോലീസിന് രാഹുലിനെ പിടികൂടാനാകുമോ? താങ്കൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അതിലേക്ക് ഞാൻ പെട്ടെന്ന് വരാം. അതിനു മുമ്പ് 19 പാർലമെൻറ്റ് അംഗങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. നേരത്തെ UPA ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 6 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ശ്രീ ഗോപികൃഷ്ണ, ഈ കേരളത്തിനുണ്ടാക്കിയ ഒരു ഗുണമെന്ന് പറ. ഈ 19 കേന്ദ്രമന്ത്രിമാർ അവിടെ പോയി കേരളത്തിന് വേണ്ടി സംസാരിക്കാത്തപ്പോൾ രാജ്യസഭാ അംഗമായ ഒരാൾ കേന്ദ്രമന്ത്രിമാരെ കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ അത് BJP ആയിട്ടുള്ള ഡീലാണെന്ന് പറയണമെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം. DK ശിവകുമാറിനെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച് RSSൻ്റെ ശാഖയെ പാടിപ്പിക്കുന്ന ഗണഗീതം പാടുകയും RSSൻ്റെ ഇഷ്ടം പോലെ മുഖ്യമന്ത്രിമാരെയും MP മാരെയും MLA മാരെയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി ഇങ്ങനെ വന്നിരുന്ന് കേരളത്തെ
ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവരെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി ബി ജെ പിയുടെ നേട്ടം, കേരള വിരുദ്ധരാണ് ബി ജെ പി. ചൂരൽമലയിലിട്ട് വട്ടം കറക്കിയത് സുപ്രീം കോടതിയാണ്. ഷാബു പ്രസാദ് സാറേ, എന്തിനാണ് നിങ്ങൾ ഈ കേരളത്തിൻ്റെ പണം കൊടുക്കാത്തതെന്ന് സുപ്രീം കോടതിയാണ് ചോദിക്കേണ്ടി വന്നത്. എത്രയോ കാര്യങ്ങളിൽ ഈ കേരളത്തെ പ്രധാനമന്ത്രി ചൂരൽമലയിൽ വന്നതിൻ്റെ വഴിച്ചെലവ് ഞങ്ങളാണ് കൊടുത്തേ, ഈ സംസ്ഥാന സർക്കാരാണ് കൊടുത്തേ. 1 രൂപ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ 18 പൈസ ഇവിടെ തരുന്നേ, ബീഹാറിലേക്ക് നിങ്ങൾ 70 പൈസയാണ് കൊടുക്കുന്നേ. അങ്ങനെ കേരള വിരുദ്ധരായി നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് അത് നിങ്ങൾ ആവർത്തിച്ചിട്ട് കാര്യമില്ല. അടുത്തത് രാഹുലിൻ്റെ അറസ്റ്റ്. എന്തിനാ ധൃതി? അതിവേഗതയിൽ പോലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ചിലപ്പോൾ മിനിറ്റുകൾക്കകം, ചിലപ്പോൾ മണിക്കൂറുകൾക്കകം, ചില ദിവസങ്ങൾക്കകം ഈ കർണാടകത്തിൽ പോയി പിടിച്ചാൽ എന്താണ്, കർണാടകത്തിൽ പോയവരുടെ പേര് നടപടിയെടുത്താൽ എന്താണെന്നൊക്കെയാണ് അനൂപ് ചോദിക്കുന്നത്. ശ്രീ അനൂപെ, കർണാടകം നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. കേരളത്തിൽ നിന്ന് പോയി പെട്ടെന്ന് പോയി വേറൊരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടുന്ന്. അതിന് അവിടുത്തെ പോലീസിൻ്റെ പെർമിഷൻ വേണം, അവിടുത്തെ പോലീസിൻ്റെ സഹായം വേണം. നമ്മൾ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നാലും ഇവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് ഒരു അഡ്വക്കേറ്റ് കൂടിയാ, അങ്ങേക്ക് അറിയാൻ വയ്യാത്തതല്ല. അപ്പോൾ കർണാടകത്തിൽ എവിടെ ഒളിച്ചാലും, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അത് പിന്നെ മാങ്കൂട്ടത്തിലല്ല, ഏത് തോട്ടത്തിൽ പോയി ഒളിച്ചാലും, ഏത് തോട്ടത്തിൽ പോയി ഒളിച്ചാലും നക്ഷത്രങ്ങളുടെ പോയി കൂടുകൂട്ടിയാലും രാഹുൽ മാങ്കൂട്ടത്തിലെ താഴെ കൊണ്ടുവന്നിരിക്കും. വേണ്ട. അല്ലല്ല ഡോക്ടർ പി കെ ഗോപൻ, അതായത് കർണാടക പോലീസിന്റെ ഒരു സഹകരണമോ സഹായമോ ആവശ്യപ്പെട്ടാൽ അത് കിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കർണാടകത്തിൽ നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരോട് പറ, രാഹുലിനെ കേരളത്തിൽ ഹാജരാക്കാൻ പറ. രാഹുലിനെ സഹായിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് പറ, CPM-ന്റെ രാഷ്ട്രീയ നേതാവാണ് അറസ്റ്റ് ചെയ്തുപോയാൽ അതുകൊണ്ട് വന്ന് ഹാജരാകാൻ പറ, പ്രശ്നം പരിഹരിക്കാം. പോലീസാണ് പറയേണ്ടത്. CPM-ന്റെ രാഷ്ട്രീയ നേട്ടത്തിന് നിങ്ങൾ നിങ്ങൾ കർണാടകത്തിലെ കോൺഗ്രസ്സുകാരോട് പറ, ഇവിടെ CPM-ന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടായി പോകും. കർണാടക അങ്ങനെ സഹായിക്കുന്നില്ലെങ്കിൽ അങ്ങനെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പോലീസ് വന്നാൽ കോൺഗ്രസിന് അങ്ങനെ സഹായിക്കാതിരിക്കാൻ പറ്റില്ലെന്നേ. എന്ത് മണ്ടത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ പാർട്ടി നോക്കി പോലീസ് സഹായം ലഭിക്കാതിരിക്കുന്ന നിങ്ങൾ കർണാടകത്തിലെ അങ്ങനെ പറയട്ടെ, പോലീസ് പറയട്ടെ. നിങ്ങൾ കർണാടകത്തിലെ രാഹുല് ഇതല്ല പറയുന്നത്. അല്ല, കോൺഗ്രസ് പിടിച്ചു കൊടുക്കണമെന്നല്ല നിങ്ങളല്ല പിടിക്കേണ്ടത്. കേരള പോലീസിന് കർണാടക പോലീസിന്റെ സഹായം കിട്ടിയിട്ടില്ല എന്നുള്ള വളരെ പെട്ടെന്ന് രാഹുൽ വന്ന് കേരള പോലീസിന് പരാതിയുണ്ടോ? കേരള പോലീസിന് അങ്ങനെ പരാതിയുണ്ടോ? ഒരു ചർച്ചയിൽ വന്നിരുന്ന കണ വർത്താനം പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കർണാടക പോലീസ് ചെയ്യേണ്ടത് പോലീസിന്റെ വിഷയത്തിൽ പോലീസിന്റെ ഞങ്ങൾ ചെയ്യേണ്ടതല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യും. അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുന്നേ. അല്ല, ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ സമയബന്ധിതമായി അയാളുടെ പുറകിലുണ്ട്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1-2 ദിവസം താമസിച്ചാലും അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. ആ താമസം ഗവൺമെന്റ് ബോധപൂർവ്വം ഡിലേ ചെയ്യിക്കുന്നതാണ്. പറയുന്നതിന് മറുപടി നിങ്ങളുടെ ഇത് LDF-ന്റെ ഗവൺമെന്റിന് രാഹുലിന്റെ അസാന്നിധ്യം, രാഹുലിന്റെ അറസ്റ്റ് LDF ഗവൺമെന്റിന് ഗുണം ചെയ്യുന്നെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ തന്നെ അയാളെ ഇവിടെ ഹാജരാക്ക്, ആക്കിയിട്ട് അയാളെ കീഴടക്കുക, അല്ലെങ്കിൽ കോടതി കൊടുക്കുക. ഞങ്ങൾക്ക് ഏൽപ്പിച്ചതാ. പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾക്ക് നേട്ടം നിങ്ങളല്ലേ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്യന്തികമായി പിടിക്കുക എന്ന ഉത്തരവാദിത്വം സർക്കാരിന്റെ ആണല്ലോ. ഇവിടെ കേരളത്തിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്ന അക്കാര്യം തർക്കം വേണ്ട. അല്ല, ഇതിപ്പോ എന്താണെന്നേ, നിങ്ങൾ പിന്നാലെ പോകുന്നത് പിടിച്ചു കൊണ്ടുപോവാ. നിങ്ങൾ ഇതിന് പിന്നാലെ പോകുന്നത് ഇലക്ഷൻ കഴിയുന്നത് വരെ പിന്നാലെ പോയി മുന്നിൽ പോ. നിങ്ങൾ മുന്നിൽ നടക്കുന്നേ, നിങ്ങൾ മുന്നിൽ നടക്ക്, മുന്നിൽ നടന്ന് പിടിച്ച് വന്ന് വർത്താനം പറയും. അല്ലാതെ കർണാടക പോലീസിനല്ലല്ലോ ഇത് ചെയ്യേണ്ടത്.
അല്ല, നിങ്ങൾ ശ്രീ പിടിക്ക്. അനൂപ്, ഞാൻ കേരള നേരത്തെ പോലീസ് ചോദിച്ച- ഭാഗത്ത് നിന്ന് ശ്രീ നിങ്ങളുടെ അനൂപ്, MLA ഞാൻ- ഞങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് ശ്രീ അനൂപ്, ഞാൻ വെല്ലുവിളിയാണ്. നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് താങ്കൾ കേരള രാഷ്ട്രീയത്തിലെ അപൂർവ കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ശ്രീ അനൂപ് താങ്കൾ മറുപടി പറഞ്ഞില്ല. അതായത് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി എന്നതുകൊണ്ട് രാഹുൽ പ്രശ്നമുണ്ടാക്കിയ പരിക്കിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്ന് പറയാനായോ? ഒരു സംശയവുമില്ല ഗോപികൃഷ്ണൻ, ഞങ്ങളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടും കൃത്യതയോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്. സമാന സന്ദർഭങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അവരത് വിലയിരുത്തും. അവർക്കറിയാം ഇത് ശബരിമല വിഷയം മറയ്ക്കാനാണ് ഇനിയും ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ കഴിയാത്ത ആളുകളല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന ഗോപികൃഷ്ണനേക്കാൾ, എന്നേക്കാൾ, ഇവിടെ സംസാരിക്കുന്ന നമ്മളെക്കാളൊക്കെ പ്രബുദ്ധരല്ല TV കാണുന്ന ഓരോ മലയാളിയും. ഓരോ വിഷയത്തിന്റെ ആയുസ് എത്ര മലയാളി കൊടുക്കുന്നത്. ഇവര് വിചാരിച്ചത് എന്താണെന്നറിയോ ഗോപികൃഷ്ണൻ? അല്ല, ഇവരെന്താ വിചാരിച്ചതറിയോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേദിവസം പോയി പൊട്ടിച്ച് ഈ വിഷയം സജീവാക്കാന്നാ. ഇതിപ്പോ കഴിഞ്ഞൂന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. സർക്കാർ നടപടികളായി മുന്നോട്ട് പോകുക. വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി മാറുന്ന രണ്ട് വിഷയങ്ങൾ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി കോൺഗ്രസിനേറ്റ എല്ലാ ക്ഷതങ്ങളും പരിക്കുകളും മാറി എന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനിയും കാര്യങ്ങളേറെയുണ്ട് എന്ന് ഭരണപക്ഷം കരുതുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കും. ജനം ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കുക, ഏതൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ എന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.